കാര്യങ്ങളല്ല. സോ എനിക്കിവിടെ ഒരു വലിയൊരു ഗംഭീര ഇൻട്രൊഡക്ഷനാണ് തന്നത്. താങ്ക് യു. എൻ്റെ പേര് നിനിയ തോമസ്. ഐ ഹവ് സെക്യൂർഡ് ഓൾ ഇന്ത്യ റാങ്ക് 254 ഇൻ ദിസ് ഇയർ സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇതെൻ്റെ 5th അറ്റംപ്റ്റ് ആണ്. എൻ്റെ ഗ്രാജുവേഷൻ കെമിസ്ട്രിയിലായിരുന്നു, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ. നമസ്കാരം. ഇന്ത്യ 2047 എന്ന പ്രമേയത്തിൽ മുപ്പത്തരം ബാലചന്ദ്രൻ സാംസ്കാരിക വേദി നടത്തിയ കരിയർ ഗൈഡൻസ് പുതിയ ഒരു അനുഭവമാക്കി മാറ്റി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുതിയൊരു വഴിത്തിരിവിലേക്കും അതിലുപരി അവരുടെ ജീവിതം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇതുവഴി സാധിച്ചു. കര, നാവിക, മാധ്യമ, ആതുര സേവനങ്ങൾ, സോഷ്യൽ ആക്ടിവിറ്റി തുടങ്ങി വിവിധ ജോലി സാധ്യത മേഖലകളിൽ എങ്ങനെ എത്തിപ്പിടിക്കാം, IAS, IPS, IFS എന്നീ മേഖലകളിൽ ലക്ഷ്യം കാണാം എന്നതിനെക്കുറിച്ചും ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോഴ്സുകൾ എന്നിവയെക്കുറിച്ചും സ്കോളർഷിപ്പുകൾ ആർക്കൊക്കെ എന്നിങ്ങനെ അനവധി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമാക്കിയ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കരിയർ ഗൈഡൻസ് ആയിരുന്നു ഇന്നലെ രാവിലെ 9 മുതൽ മുതുകാട് NSS ഓഡിറ്റോറിയത്തിൽ നടന്നത്. 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ വിവിധ സെഷനുകളായി 2024 സിവിൽ സർവീസ് ടോപ്പർ നിനിയ തോമസ് IAS, കുസാറ്റ് രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അരുൺ AU, കുസാറ്റ് പ്രൊഫസർ ഡോക്ടർ അബേഷ് രഘുവരൻ, കമാൻഡർ ഡോക്ടർ ജയകൃഷ്ണൻ N നായർ, സീനിയർ മാധ്യമപ്രവർത്തക ശബന സിയാദ്, കരിയർ ട്രെയിനർ സുധീർ പൊറ്റക്കാട്ട്, മേജർ VS മൂസാക്കുട്ടി, എലീന ഷെബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായ VM പ്രഭാകരൻ, PR ഉണ്ണികൃഷ്ണൻ, കമാലുദ്ദീൻ TK, R ഉണ്ണികൃഷ്ണൻ, CT ഗണേഷ് കുമാർ, SF അനിൽ, ശിവൻ AK, വാർഡംഗങ്ങളായ KN രാജീവ്, പ്രജിത ഗണേശൻ, NSS സെക്രട്ടറി VP സുരേന്ദ്രൻ, കവി ശിവൻ മുപ്പത്തരം യുവജന സമാജം വായനശാല പ്രസിഡന്റ് SS മധു, സെക്രട്ടറി PG ഷാജു തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഞാൻ പറയുന്നത് ശബ്ദത്തിൽ തിരിച്ച് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ഒരു ഇന്ററാക്റ്റീവ് ആയ സെഷൻ, ശരിക്കും എനിക്ക് മൈക്കോടെ താഴെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇടയിൽ നടന്ന് സംസാരിക്കാനായിട്ട് കുറച്ചുകൂടി താല്പര്യം അല്ലേ. നമ്മളൊരു റേഡിയോ പോലെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് അർത്ഥമാണുള്ളത് അല്ലേ. നിങ്ങളുടെ കൂടെ ഒരു ഇന്ററാക്ഷൻ തിരിച്ചു കിട്ടുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു സെഷൻ വളരെയധികം യൂസ്ഫുൾ ആവുക, അല്ലെങ്കിൽ വളരെയധികം ഫ്രൂട്ട്ഫുൾ ആവുക. ശരിയല്ലേ? അപ്പൊ ഞാൻ വലിയ ക്ലാസ് എടുക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ദിവസം മുഴുവനായിട്ടും നിങ്ങൾക്ക് എന്താ പറയാ, ഏറ്റവും അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. സോ ആ ഒരു തുറന്ന മനസ്സോടുകൂടി വേണം നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ ഇരിക്കാനായിട്ട്. കാരണം ഇന്ന ഒരു ദിവസം ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആകുക. ഏറ്റവും ഒരു കാലഘട്ടത്തിൽ ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ബൂം ഉണ്ടായിരുന്നു. അങ്ങനെ റീഡിംഗ് പഠിച്ചിരുന്ന എല്ലാ കുട്ടികളും നഴ്സിംഗിന് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് ഏറ്റവും കൂടുതൽ നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നത് കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ കോളേജിനെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ കാണിച്ചുകൊണ്ട് അതിന്റെ ചുറ്റും ഒരു 8-10 നഴ്സിംഗ് കോളേജുകൾ ഉണ്ടാവുകയും അവിടെ നിന്ന് ഇഞ്ചക്ഷൻ പോലും ചെയ്യാൻ അറിയാത്ത കുട്ടികൾ നഴ്സിംഗ് പഠിച്ചു വന്നിരുന്ന ഒരു കാലം ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നമ്മൾ എത്തപ്പെടുന്ന സ്ഥാപനം, നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ എത്തപ്പെടാൻ പറ്റുന്നതാണ്. ബിടെക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം നല്ല സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് വേണം നിങ്ങൾ പഠനവുമായിട്ട് മുന്നോട്ട് പോകാൻ. ഇങ്ങനെ ഏതൊരു ശുശ്രൂഷാല നടത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അത് ഏതാ ദിവസമാണ്? The day I understood the purpose of my birth, the day you understand the purpose of my birth, your birth, okay? അതായത് നിങ്ങൾ എന്തിനാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ദിവസമുണ്ട്. എന്തിനാണ്? കുറെ വർഷം കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും, ഒരു 10 വർഷം കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം കേൾക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടണം? ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? Yes or no? Yes or no? ചില മിത്ത്, ഓക്കെ, അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സീരീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആസ്പിരൻസ്
watch, then go ahead and watch. Okay. അപ്പോൾ സിവിൽ സർവീസിൻ്റെ കുറച്ച് മിത്താണ്. സിവിൽ സർവീസസ് ഇസ് ഫോർ സൂപ്പർ ഹ്യൂമൻ ഡോഡോസ്. സൂപ്പർ ഹ്യൂമൻ ഡോഡോ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ഉള്ള പരീക്ഷയാണ് സിവിൽ സർവീസ് എന്നൊരു ധാരണയുണ്ട്. അത് വെറും തെറ്റാണ്. ഞാനൊരു വളരെ നോർമലായിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് മെമ്മറി പവർ വളരെ കുറവുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ തമാശയ്ക്ക് വിളിക്കും അരണ. അരണ എന്താണെന്ന് അറിയാലോ, അരണയ്ക്ക് വളരെ പെട്ടെന്ന് മറക്കുന്നൊരു ജീവിയാണ്. അപ്പോൾ ഞാനും ഒരു വളരെ മെമ്മറി പവർ കുറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഫോർ സൂപ്പർ ഹ്യൂമൻ ഡോഡോസ്. ഈ സൂപ്പർ ഹ്യൂമൻ ഡോഡോസിന് ക്ലിയർ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇറ്റ്സ് എ മിത്ത്. ഓക്കെ. സെക്കൻഡ് വൺ ഇസ് only a person with good reading habit can crack the exam. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്. ആരൊക്കെ ഇവിടെ സംസാരത്തിൽ ഇംഗ്ലീഷ് ടൈപ്പ് ഓക്കെ പലരും പറയുന്ന കാര്യമാണ്, ചെറുപ്പം മുതലേ വളരെയധികം വായനാശീലമുള്ള വ്യക്തികൾക്ക് മാത്രമേ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ അത് അങ്ങനെയല്ല. വായനാശീലം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, പക്ഷേ അങ്ങനെയല്ലാത്തവർക്കും ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ഇനി third myth is only a person from humanities background can crack the exam. Humanities background and humanities subject എന്താണെന്ന് അറിയാവുന്ന And the first activity in this screening test, I have seen of like 50% of candidates are getting rejected in the intelligence. I mean, this first screening test itself. So it is a tough, but if you train and go, you are settling into. ഏതെങ്കിലുമൊക്കെ പനിയോ കാര്യങ്ങളോ ഒക്കെ വന്ന് വരും. അവരില്ലെങ്കിൽ നമ്മളിലും സി അന്നത്തെ ആ ഒരു കണ്ടുപിടുത്തം അതിനുശേഷം എത്രയോ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു, എത്രയോ ജീവൻ രക്ഷിച്ചു. അങ്ങനെ ഒരു കഥ എപ്പോഴോ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മറ്റെല്ലാ പ്രൊഫഷനിലും മാറി ഒരു സയൻറ്റിസ്റ്റിന് ഒരു സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഞാൻ ബോധവാനായി. നിങ്ങൾ ഇവിടെ സയൻറ്റിസ്റ്റ് ആണെന്ന് ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല. മേബി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നിങ്ങൾക്ക് പലതരം പ്രൊഫഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് എന്ത് പ്രൊഫഷൻ ആണെങ്കിലും അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണം. നിങ്ങൾക്ക് വർഷത്തോളമായി മാധ്യമരംഗത്തുള്ള ആളാണ്. ദേശാഭിമാനി പത്രത്തിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നീട് പത്രം വിട്ട് ചാനലിലായി. മീഡിയ വൺ ചാനലിലുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസ് മലയാളം 24/7 ലീഗൽ കറസ്പോണ്ടൻ്റ് ആണ്. ലീഗൽ കറസ്പോണ്ടൻ്റ് എന്ന് പറയുമ്പോൾ കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന, അതായത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. വലിയ വിരുദ്ധാഭിപ്രായമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ജേർണലിസം മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ജേർണലിസത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയാവണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെയുള്ള റോഡ് പൊളിഞ്ഞത്, ആ റോഡ് പൊളിഞ്ഞു കിടക്കുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരാൾക്ക് പറ്റും. ഒരു ജേർണലിസ്റ്റാണ് പറ്റില്ലേ? ഇത്രയും വലിയ സോഷ്യൽ സർവീസ് ഏരിയയിലാണുള്ളത്. ആ റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ശ്രദ്ധിച്ച് നിങ്ങളിതൊരു വലിയ സമ്പന്നമായ ഒരു ക്ലാസ്സായിട്ട് സ്വീകരിച്ച് മുൻപോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നു. പലരും സാംസ്കാരിക വേദിയുടെ ഒരു ഉപഹാരം മാഡത്തിന് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഒത്തുചേർന്നിരിക്കുന്ന ഈ കരിയർ ആൻഡ് ലീഡർഷിപ്പ് പ്രോഗ്രാം നമ്മുടെ ഭാവി ദിശയ്ക്കും പ്രവർത്തന ശൈലിയുടെ നേതൃത്വവും കഴിവുകളുടെ വളർച്ചയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. ഇന്നത്തെ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.